ഏറ്റവും വലിയ ടൂ സ്റ്റോക്ക് ഷോറൂം. 100-200 ബൈക്കുകളുള്ള നമ്മുടെ സ്വന്തം റിയൽ ബിസിനസ്സുകാരിലാണ് ഞാൻ പറഞ്ഞത്. അറിയാലോ, നമുക്കിവിടെ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വണ്ടികൾ സെയിൽ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അത്. ഇതിന്റെ ഓണറായാലും നമ്മുടെ മുജീബ് നമ്മളെ കൂടെ ഉണ്ട്. എന്തൊക്കെയാണ് സെറ്റാണ് ഒരുപാട് വണ്ടികളുണ്ട്. നമ്മളത് RX100, 135, Z, Max 100, സാമുറായി, ഷോഗൺ, അന്നവിധ ഇമ്പൾസ്, RD350 എല്ലാവിധ സാധനങ്ങളും അവിടുത്തെ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട്. പുറത്തും കാണാം. അതേപോലെ തന്നെ ഉള്ളിൽ നമ്മുടെ അത്യാവശ്യം വണ്ടികളുണ്ട്. നമുക്ക് ചെറിയ ബഡ്ജറ്റിലുള്ള നമ്മൾ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് എന്താ, വണ്ടി എടുക്കുന്ന കൂടുതൽ ആൾക്കാർ 18 to 25 വയസ്സുള്ള ആൾക്കാർ. അപ്പൊ കുറെ ആൾക്കാർ പഠിക്കുന്ന ആൾക്കാർ, ചെറിയ പണിക്കുന്ന ആൾക്കാർ. അപ്പം കുറഞ്ഞ ബജറ്റിൽ നമ്മൾ വണ്ടി സെറ്റ് ചെയ്ത് തരും. എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവില്ല. കുറഞ്ഞ ബജറ്റ് നമുക്ക് 70 രൂപ മുതൽ നമുക്ക് 135 കൊടുക്കാം. വിത്ത് NOC 5 കൊല്ലം പേപ്പറിലെ വണ്ടികളൊക്കെ ഉണ്ടാവും. നമ്മുടെ 70-75 റേഞ്ചിൽ ഇപ്പൊ നമ്മുടെ അടുത്തുണ്ട് 70 രൂപന്റെ വണ്ടി ഉണ്ട്, 75ന്റെ വണ്ടി ഉണ്ട്. കേരള വണ്ടി 100, 80 രൂപ, 75-80 റേഞ്ചിൽ നമുക്ക് കേരള വണ്ടി ഉണ്ട് 100. അപ്പം ബജറ്റ് കുറഞ്ഞ വണ്ടി നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. അതുപോലെ Max 100, സാമുറായി അങ്ങനത്തെ വണ്ടികളുണ്ട്, ചേതക് ഉണ്ട്, എല്ലാവിധ വണ്ടികൾ, CDSS, ഫിയറോ, റയർ ആയിട്ടുള്ള ഐറ്റം എല്ലാം നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ പെരുക്കി ഇവിടെ കൊണ്ടുവന്ന് വെക്കും. കുറച്ച് കുറഞ്ഞ വണ്ടികളൊക്കെ നോക്കിയാലോ? ബജറ്റിൽ നമുക്ക് ഏകദേശം കൊടുക്കാം. 70 രൂപയ്ക്ക് 135 കൊടുക്കാൻ പറ്റിയ വണ്ടി ഞാൻ കാണിച്ചത്. അതാണ് ഇത്. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. നിങ്ങൾക്ക് കാണാം. ഈ സൈഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ വന്ന് കാണിച്ചു കൊടുക്കാം. നമുക്ക് GJ വണ്ടിയാണ്, ഗുജറാത്ത് വണ്ടിയാണ്. അത്യാവശ്യം നീറ്റാണ്. 70 രൂപയ്ക്ക് നമുക്ക് NOC എടുത്ത് കൊടുക്കാം. മഡ്ഗാർഡ് പുതിയതാണ്. ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ പുതിയതാണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്താണ്. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. അങ്ങനെ പക്ക മോശമായിട്ടുള്ള വണ്ടിയല്ല. 70 രൂപ തന്നെ വീഡിയോ കണ്ടുവരുന്നവർക്ക്. അത് 70 രൂപയ്ക്ക് സെയിലിട്ടല്ല, വീഡിയോ ആയതുകൊണ്ട് നമ്മള് പറഞ്ഞിങ്ങനെ പറയണം. 70 രൂപ നമ്മൾ റേഞ്ച് കൊടുക്കാം. പിന്നെ നമ്മളത് 100 ഉണ്ട്, 75 റേഞ്ചിലുള്ള വണ്ടികൾ, 80 രൂപ റേഞ്ചിലുള്ള 100. ഇത് കേൽപ്പൈനൊന്ന് വണ്ടിയാണ്. കോഴിക്കോടുള്ള ആൾക്കാർക്ക് 76 നല്ല നമ്പറാണ്. പെയിന്റിങ്, ഇഞ്ചിൻ ചേസൊക്കെ ടച്ച് ചെയ്താണ്. 27 വരെ പേപ്പർ ഉണ്ട്. അതേപോലെ KS08 ഒരു വണ്ടി ഉണ്ട്. പിന്നെ ഇത് നമുക്ക് ഏകദേശം 90 രൂപ റേഞ്ച് വരുന്നതാണ്. സാമുറായി 45 രൂപ റേഞ്ച് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ അത്യാവശ്യം 1 lakh റേഞ്ച് വരുന്ന വണ്ടിയാണ്. കേൽപ്പൈനിൽ അത്യാവശ്യം നീറ്റ് നല്ല 35 ആണ്. കേൽപ്പൈനിൽ റീ ആയ വണ്ടിയാണ്. അത്യാവശ്യം റേറ്റ് വരുന്ന നല്ല നീറ്റ് വണ്ടിയാണ്. പിന്നെ കുറഞ്ഞ നമുക്ക് RX ഉണ്ട്, ഒന്ന് പണിയാനുള്ള വണ്ടി, നമ്മൾ വർക്ക് എടുക്കാനുള്ള. ഒന്ന് നിർത്തിയാടാ. ഈ വണ്ടി ഇതിപ്പോ ഫുൾ വർക്ക് എടുക്കാനുള്ള വണ്ടി നമുക്ക്. ഇതിപ്പോ ഈ കണ്ടീഷനിൽ നിങ്ങൾ കാണുന്നുണ്ട്. തിരിച്ചിഞ്ഞ് കാണുമ്പോൾ ഒരു ഷോറൂം വണ്ടി എങ്ങനെ ഉണ്ടാവുക അതേപോലെ ഉണ്ടാവാം. ഇത് ടാങ്ക് മൊത്തം നമ്മൾ വെൽഡിങ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് പുറത്തുനിന്ന് വന്ന വണ്ടിയാണ്. അവിടുന്ന് വരുമ്പോ അവിടുത്തെ വർക്കാ, രാജസ്ഥാൻ വണ്ടി അവിടുത്തെ വർക്കാൻ നോക്കി. ഫൈബർ പൊട്ടിയിട്ട് പോലെ ഇരുമ്പിന്റെ ഷീറ്റ് വെച്ചിട്ട് അവര് ഒപ്പിച്ചാണ്. അങ്ങനെ അവിടെ ഒപ്പിക്കാം. പിന്നെന്താ, വണ്ടിന്റെ മുകളിൽ തുരുമ്പ് കാര്യങ്ങളൊന്നും കാര്യമായിട്ട് അങ്ങനെ റസ്റ്റ് പിടിച്ച് നാശാവില്ല. അവിടെയൊക്കെ നമുക്ക് പുട്ടി എവിടെയും കാണൂല. ഈ വണ്ടിന്റെ മുകളിൽ തുരുമ്പുണ്ടാവും, പക്ഷെ പുട്ടി എവിടെയും കാണില്ല. നിങ്ങൾക്ക് പുട്ടി ഉണ്ടാവില്ല അതിന്റെ മുകളിൽ, ജേസിന്റെ മുകളിൽ. അത്യാവശ്യം ഫുൾ പണി എടുക്കാനുള്ള വണ്ടിയാണ്. ഇഞ്ചൻ ഈ കണ്ടീഷനിലും ഇഞ്ചിന്റെ ഉള്ളിൽ നിന്ന് സൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല റണ്ണിങ് ഇഞ്ചിനാണ്. നമ്മളെന്തായാലും വർക്ക് എടുക്കാൻ വേണ്ടി എടുത്ത വണ്ടിയാണ്. റെയിൽവേയിൽ വരുന്ന വഴി കുറെ ഡാമേജ് ആയി. ഈ സാധനങ്ങളൊക്കെ റെയിൽവേയിൽ വരുന്ന വഴി ഡാമേജ് ആയതാണ്. ഇത് നോക്കേണ്ടി വരും. നമ്മൾ വർക്ക് എന്താ പറയാ, ഇപ്പം ബജറ്റ് കുറഞ്ഞ് കൊടുക്കാനുള്ളതുകൊണ്ട് നമ്മൾ വർക്ക് എടുക്കുന്ന ആള് ചിലപ്പോൾ നമുക്ക് അഡ്വാൻസ്. ഇന്നിപ്പം ഒരു ടീം വന്ന് നോക്കിപ്പോയി കൊണ്ടോട്ടി ഭാഗത്തില്ല. അപ്പോൾ അവർക്ക് വർക്ക് എടുക്കാനുള്ള ഒരു വണ്ടി വേണം. അപ്പോൾ ഈ വണ്ടി അവർക്ക് ഓക്കെയാണ്. അവർക്ക് ഫുൾ വർക്ക് എടുക്കണം. പിൻ ടു പിൻ ഡിസ്ക് ചെയ്യണം, 5 സ്പീഡ് കൺവേർട്ട് ചെയ്യണം. അപ്പം അങ്ങനത്തെ ആൾക്കാർ ഫുൾ പിൻ ടു പിൻ വർക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഈ വണ്ടി എടുത്താൽ ഇത് സുഖമായിട്ട് വർക്ക് എടുത്ത് വരുമ്പോൾ കേരള വണ്ടീൻ്റെ ബജറ്റിൽ അവർക്ക് ഫുൾ പിൻ ടു പിൻ രജിസ്റ്റർ ചെയ്ത വണ്ടി കിട്ടും. അതുപോലെ തന്നെ ഇതുപോലത്തെ വണ്ടികൾ ഇവിടെ കൊണ്ടുവന്നാലും നമ്മൾ പണിയാക്കി ഈ കാണുന്ന വണ്ടികളിലൊക്കെ ഇപ്പം വന്ന വണ്ടിയാണ്. ഇത് 5 സ്പീഡാണ്, ഒറിജിനൽ 5 സ്പീഡാണ്. ഒറിജിനൽ 5 സ്പീഡാണ്. സൈലൻസർ അടക്കമുണ്ട്. ഇത് 4 സ്പീഡാണ്. ഇതിന് മുകളിൽ ക്യാറ്റ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. ഇത് 4 സ്പീഡാണ്, അതും 4 സ്പീഡാണ്. ഇത് അത്യാവശ്യം കുറഞ്ഞ ബജറ്റിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇതൊക്കെ അൺബോക്സിങ് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കാം. നമുക്ക് വരുന്ന വണ്ടി CDSS ഉണ്ട് നമ്മുടെ അടുത്ത്. 07 വണ്ടിയാണ്. ഏകദേശം 30 രൂപ ലെവലിൽ നമുക്ക് കൊടുക്കാം. ഇതൊരു 5 സ്പീഡാണ്. ഇതിപ്പോൾ RJ വണ്ടി, അത് വർക്ക് എടുക്കാനുള്ള വണ്ടിയാണ്. വർക്ക് കവർ കാര്യങ്ങൾ ഇതിന്റെ മുകളിലുണ്ട്. 5 സ്പീഡ് ഗിയർ ബോക്സ് ഉണ്ട്. സൈലൻസറൊക്കെ ചേഞ്ച് ആയിന്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. പിന്നെ ഈ സൈഡ് നമ്മൾ കാണുന്നത് 135 ആണ്. 90 രൂപ റേഞ്ച് വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. നിങ്ങൾക്ക് കാണാം, നല്ല നീറ്റ് വണ്ടിയാണ്. KL04D 105 3 നമ്പറാണ്. ഫിയറോ ഉണ്ട്, 30 റേഞ്ച് കൊടുക്കാനുള്ള വണ്ടിയാണ്. ഇമ്പൾസ് നമുക്ക് 70-75 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ഇത് അത്യാവശ്യം റേറ്റ് 85 രൂപ റേഞ്ച് വരുന്ന വണ്ടിയാണ്. 2014 മോഡലാണ്. അത്യാവശ്യം നല്ല വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. പിന്നെ ബജറ്റ് ഇതൊക്കെ അത്യാവശ്യം നിങ്ങൾ പെയിന്റിങ് കാര്യങ്ങളൊക്കെ കണ്ടാൽ അറിയാം. അത്യാവശ്യം നീറ്റാണ്. ടയർ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ബ്ലാക്ക് അടിച്ചാണ്, പക്ഷെ വൃത്തിയിലടിച്ചാണ്. വണ്ടി മൊത്തം വൃത്തിയുണ്ട്. ഏകദേശം 80 രൂപ റേഞ്ചിൽ വരുന്ന വണ്ടിയാണ്. വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് ചെയ്യാനുള്ള നീറ്റാണ്. ഇത് കൊണ്ടെടുക്കാൻ പറ്റിയ കണ്ടീഷനിലെ വണ്ടിയാണ്. ഇത് ഏകദേശം
നമുക്കൊരു 77-78 രൂപ ലെവലിൽ കൊടുക്കാനുള്ള 75 രൂപ ലെവലിൽ ഇത് ഞങ്ങൾ തരും. 135 ആണ്, 5 കൊല്ലം പേപ്പർ ഉണ്ട്, നീറ്റ് വണ്ടിയാണ്. ഇതൊക്കെ ഇപ്പം വന്ന വണ്ടിയാണ്, നമുക്കിപ്പം കൊണ്ടുവന്ന വണ്ടിയാണ്. 100 ആണ്, 29 രൂപ പേപ്പർ എടുത്താണ്, കേരള വണ്ടിയാണ്. ഇത് ബ്ലാക്ക് അടിച്ചിന് വണ്ടി കാണുമ്പോൾ, ചില വണ്ടി നമുക്ക് കാണുമ്പോൾ എന്താ വണ്ടി എന്നുണ്ട്, പക്ഷെ വർക്കിംഗ് അടിപൊളിയാണ്, നല്ല വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. അതേപോലെ KL 9 നമ്പറിൽ ഷോഗൻ ഉണ്ട്. ഷോഗണ് ആൾക്കാർക്ക് ഷോഗനെ പറ്റി അറിയില്ല. ഇത് 28 വരെ പേപ്പർ ഉണ്ട്. ഷോഗൺ ഒരു മരുന്ന് വണ്ടിയാണ്. ഷോഗൺ തന്നെ അമ്മാരി പവറാണ്, നല്ല പവറുള്ള വണ്ടിയാണ്. ഇത് 93 മോഡൽ ഫസ്റ്റ് ബാച്ച് ഷോഗനാണ്. ഷോഗണിലും കുറെ ലാസ്റ്റ് 2000 വരെ 2000 വരെ ഇങ്ങനെ വണ്ടികൾ ഇറങ്ങിയതിൽ മാറ്റങ്ങൾ വന്നിന്. അപ്പൊ ഇത് ഫസ്റ്റ് ബാച്ച് ആണ്. അങ്ങനെ സംഭവം നമ്മൾ ഒരു RX എടുത്ത് പോർട്ട് ചെയ്യണം ഈ ലെവലിൽ എത്തണമെന്നുണ്ടെങ്കിൽ. സാധാരണ 135 ഇത് 5 സ്പീഡിന്റെ ലെവലിൽ ചിന്തിക്കാനുള്ള വണ്ടിയുണ്ട്. പിന്നെ നല്ല വണ്ടിയാണ്. ഇത് ഏകദേശം 80 രൂപ റേഞ്ച് വരും, 75 to 80 രൂപ റേഞ്ച് വരുന്നതാണ്. 5 കൊല്ലം ഏകദേശം 4 കൊല്ലം പേപ്പർ ഉണ്ട്, 28 വരെ. പിന്നെ നമ്മൾ ടാങ്ക്, സൈഡ് പാനല്, വൈസർ, ഫ്രണ്ട് ഡിസ്ക് ഇത് വാങ്ങിക്കഴിഞ്ഞിട്ട് ചെയ്ത ടാങ്കൊക്കെ പുതിയതാണ്. ഇതിന്റെ ടാങ്ക് റെസ്റ്റ് ഉണ്ട്. ഇപ്പോൾ പുതിയ ടാങ്ക് വാങ്ങി, സൈഡ് പാനൽ വാങ്ങി, അങ്ങനെ ഓരോ സാധനങ്ങൾ മാറി കുറച്ച് പണി എടുത്തിട്ടുണ്ട്. ഡിസ്ക് അടക്കം നമ്മൾ ചെയ്താണ്. അതൊക്കെ ചെയ്തതാണോ? അത് ചെയ്യലായത്. അത് വർക്ക് എടുത്ത് നമ്മൾ ലക്ഷദ്വീപ് കൊടുത്ത വണ്ടിയാണ്. പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ കൊടുത്താണ്. അതിന്റെ അപ്പുറത്ത് ഒരു സമുറായി ഉണ്ട്, അത് 45 രൂപ റേഞ്ച് കൊടുക്കാൻ പറ്റിയ അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. അതിന്റെ അപ്പുറത്ത് RX-Z ഉണ്ട്, അപ്പോൾ ഒന്നാണ്. അതിന്റെ അപ്പുറത്ത് ഒരു Max 100 ഉണ്ട്. Max 100 അങ്ങനെ Max 100 ഇഷ്ടപ്പെടുന്ന ആളുണ്ടെങ്കിൽ ആ വണ്ടി ധൈര്യമായിട്ട് നിങ്ങൾ വന്നെടുക്കാം. വണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. അതുകൊണ്ട് അത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒരു 60-65 വയസ്സുള്ള ഒരാളെടുത്ത് നമ്മൾ വാങ്ങിയാണ്. റേറ്റ് 10-40 രൂപ റേഞ്ച് വരും. പക്ഷെ വണ്ടി എന്താ അറിയോ, മെച്ചം സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ നമുക്ക് പൊതുവേ Max 100 ഒന്നും ആരും ചോദിക്കലില്ല. അതിന്റെ ടാങ്ക് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, കമ്പനി പെയിന്റിലാണ്. അതൊന്നും Max 100 വാങ്ങുന്ന ആൾക്കാരെ അങ്ങനെ ആവശ്യപ്പെടുന്നില്ല. ഞാനിപ്പോൾ പുറത്തുനിന്ന് വണ്ടി എടുക്കണേ, നമ്മൾ RX എടുക്കുമ്പോൾ RX-ന്റെ ഒരു മൈൻഡ് സെറ്റ് നമ്മളിത് നോക്കുമ്പോൾ സെറ്റാണ്. അതുകൊണ്ട് നല്ല നോർമൽ Max 100-നെക്കാട്ടി പവർ ഉണ്ട്. പിന്നെ ഓടി നാശാവാത്ത വണ്ടി, പിന്നെ ഓടി അങ്ങനത്തെ വണ്ടിയല്ല. മൂപ്പര് നല്ല ഏജ് ആയപ്പോൾ മൂപ്പര് പിന്നെ ഒരു ഇലക്ട്രിക് വണ്ടി എടുത്ത് അങ്ങനെ കൊടുക്കാന്ന്. അങ്ങനെ നമ്മൾ പോയി കണ്ട് എടുത്ത്. താഴത്ത് അതേപോലെ നമ്മളെ വർക്ക്ഷോപ്പാണ് താഴെ ഭാഗത്ത്. അവിടെ KZ വണ്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അവിടെ താഴത്ത് വർക്ക്ഷോപ്പ് ഉണ്ട്, പെയിന്റ് ബൂത്ത് ഉണ്ട്, ഉണ്ട്. പെയിന്റ് ബൂത്ത് ഉണ്ട്, വർക്ക്ഷോപ്പ് ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ ആദ്യം കണ്ണുപെട്ടത് ഈ RD ആണ്. RD കിങ് ആണ്. 2 സ്ട്രോക്ക് അല്ല, വിന്റേജ് വണ്ടികളായാലും എല്ലാവരും ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി RD ഏകദേശം നമ്മുടെ അടുത്ത് 1984 84 മോഡലാണ്. 2029 പേപ്പർ വാലിഡ് ആണ്. നല്ല പക്ക കണ്ടീഷനുള്ള വണ്ടിയാണ്. ഞാൻ സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം. നല്ല വർക്കിംഗ്, നല്ല പവറുള്ള വണ്ടി കേട്ടോ. നമ്മുടെ RD പൊതുവെ സെയിലിന് കുറഞ്ഞേ ഉണ്ടാവുള്ളൂ. എവിടെയും നിങ്ങൾ പോയ ഷോറൂമിൽ എവിടെ ഇല്ല, ഇന്ത്യയിൽ എവിടെ ഇല്ല. നമ്മുടെ 2 വണ്ടി ഉണ്ട്, ഇതല്ലാത്ത ഒരു വണ്ടി കൂടി ഉണ്ട്. അപ്പോൾ 2 സ്ട്രോക്ക് സെയിൽ ചെയ്യാം. ഇത് നിങ്ങളുടെ സ്വന്തം വണ്ടിയല്ലേ? സ്വന്തം വണ്ടിയാണ്. ഇത് സെയിലിനുള്ളതല്ല. ഇതല്ലാതെ ഒരു വണ്ടി കൂടി ഉണ്ട്. വർക്കിലാണ്. എഞ്ചിൻ കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ പണിയിലാണ്. ക്രാങ്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി. മോഹവില 5 ലക്ഷം റുപ്യന്റെ മുകളിൽ വില വരുന്ന വണ്ടിയാണ്. അടുത്ത വണ്ടി ഇതിനെക്കാട്ടി കുറച്ച് വില കൂടിയാണ്. എന്നാലും ഈ 5-5.5 ലക്ഷം റുപ്യ റേഞ്ചിൽ നിങ്ങൾക്ക് ഇത് 5.20 ആസ്കിംഗ് ആണ്. 5.20 ആസ്കിംഗ് ആണ്. ഈ റേഞ്ചിൽ നിങ്ങൾക്ക് ഈ കണ്ടീഷനിലെ വണ്ടി ഇപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടാനില്ല, കിട്ടാനില്ല. ചില ആൾക്കാർ ഈ വീഡിയോ കാണുമ്പോൾ ഇത്ര വില വണ്ടിക്ക്, ഇത് ഈ വിലക്ക് കാറ് കിട്ടൂലെന്ന്. കാറ് കിട്ടും. കാറ് ആഗ്രഹമല്ല, കാറ് ആവശ്യമാണ്. ഇതൊരു ടൈപ്പ്, ഈ ഷോക്കിന്റെ കാര്യത്തിൽ പറയാൻ വേറൊരു കാര്യമുണ്ട്. ഇതൊരു ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ഈ വണ്ടി വാങ്ങുന്നുണ്ട്, പുതിയ മോഡൽ വണ്ടി വാങ്ങണ 6 മാസം യൂസ് ചെയ്യുന്ന 1 ലക്ഷം കുറഞ്ഞ് കൊടുക്കുന്നത്. ഇതങ്ങനെയല്ല. ഇത് വാങ്ങണ ഒരു 2 കൊല്ലം 3 കൊല്ലം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ വാങ്ങിയതിന്റെ ഇരട്ടി പൈസ വില കൂടുന്നുള്ളൂ. ഏതായാലും അത് RX ആണ്. അതിന്റെ സ്വന്തം വണ്ടിയാണ്, സെയിലിനുള്ളതല്ല. ജസ്റ്റ് നമുക്ക് ആ സൈഡിൽ കൂടി ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് 1982 മോഡലാണ്. നമ്മുടെ ഷോപ്പിൽ ഉള്ള പോലത്തെ 2 വണ്ടി നമ്മളെ സ്വന്തം വണ്ടി, വിൽക്കാനില്ലാത്ത വണ്ടികളാണ്. ഇവിടെ ഷോക്ക് കിട്ടുന്നതാണ്, ഇമ്പോർട്ടഡ് ആണ്, ഇന്ത്യയിൽ ഇറങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനത്തെ വണ്ടിയാണ്. അത്യാവശ്യം നമുക്ക് കാണുമ്പോൾ RX-ന്റെ ലുക്കാണ്. RX 5 സ്പീഡ് വരെ നമുക്ക് 14 ഹോഴ്സ് പവർ, ഏകദേശം 19ന്റെ അടുത്ത് പവർ വരുന്നുണ്ട്. നല്ല വേറെ ലെവലിൽ റയർ പവറാണ്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. RX-Z ഉണ്ട്. ഏകദേശം RX-Z നമ്മുടെ അടുത്ത് 5ഓളം വണ്ടികളുണ്ട്. നമ്മള് എല്ലാ വണ്ടിയുടെ ഡീറ്റെയിൽ പറയുന്നില്ല, കുറെ വണ്ടി പറഞ്ഞു തീരുന്നില്ല. നമുക്ക് റേറ്റ് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുതരാം. RX-Z നമുക്ക് അതർ സ്റ്റേറ്റ് വണ്ടിയാണെങ്കിൽ 1.40 റേഞ്ചിൽ, പണിയുള്ള വണ്ടിയാണെങ്കിൽ അതിനും കുറഞ്ഞ വണ്ടികളുണ്ടാവും. അല്ലാത്ത വണ്ടി നമുക്കിപ്പം 1.60 റേഞ്ചിലൊക്കെ നല്ല വണ്ടി അതർ സ്റ്റേറ്റ് വരാനുണ്ടാവും. 50-60 റേഞ്ചിലുണ്ടാവും. അതേപോലെ ഈ കാണുന്ന വണ്ടി കേരള വണ്ടിയാണ് 1.70 റേഞ്ചിൽ നമ്മുടെ അടുത്ത് വരുന്നത്. 1.60-70
ആ റേഞ്ചിൽ ഇപ്പോൾ താഴത്തെ ഒരു വണ്ടി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക്ഷോപ്പ് ഉണ്ട് താഴത്ത്. വർക്ക് ഏകദേശം 170 റേഞ്ചിൽ നമുക്ക് പണി കഴിച്ചിട്ട് കൊടുക്കാൻ പറ്റിയ രീതി ഇഞ്ചൻ സൈഡ് ടോപ്പ് മൊത്തം പെയിന്റിങ് കാര്യങ്ങളെല്ലാം ഈ റേഞ്ചിലുള്ള വണ്ടികളാണ് RXZ. റീസ്റ്റോർ ചെയ്ത വണ്ടി അതർ സ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് 180, 90, 2 ലക്ഷം വരെയൊക്കെ വരുന്ന വണ്ടികളുടെ പണി കഴിച്ച് വരുമ്പോൾ പണി അത്യാവശ്യം കോസ്റ്റ് വരുന്നുണ്ട്. ഇതിൽ അറിയാത്ത പണി 60 to 70, 80 രൂപ വരെ പണിക്ക് തന്നെ പൈസ വരും. അതാണ് ഇതിന് ഏറ്റവും കാര്യം. അതുകൊണ്ട് RXZ ആയാലും RX ആയാലും വർക്ക് എടുക്കുമ്പോൾ നമുക്ക് പിസ്കായാലും പൈസ കുറച്ചിട്ട് ചെയ്യാൻ പറ്റില്ല, നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ 5 സ്പീഡാണ്. 5 സ്പീഡ് 170 റേഞ്ച് നമുക്ക് വരുന്നുണ്ട്. ഒറിജിനൽ 5 സ്പീഡ് അപ്പാച്ചെ ഡിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 സ്പീഡ് 1, 2 വണ്ടി 3 വണ്ടി നമ്മുടെ അടുത്ത് 5 സ്പീഡ് ഒറിജിനൽ 3 5 സ്പീഡ് ഉണ്ട്. 1, 2, 3 1 ഇവിടെ ഇല്ലാതെ സർവീസ് ആണ്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് 135 ഉണ്ട്. 1, 2, 3, 4 135 അവിടെ മുതൽ ഇവിടെ വരെ ഇഷ്ടം പോലെ 135 ഉണ്ട്. 135 സ്റ്റാർട്ടിംഗ് എത്ര റേറ്റ് വരുന്നത്? നമുക്ക് ഏറ്റവും കുറഞ്ഞ നമുക്ക് 70 രൂപ അതർ സ്റ്റേറ്റ് വണ്ടി ഇപ്പൊ നമ്മുടെ ഒന്ന് സ്റ്റോക്ക് ഉണ്ട്. ഈ വീഡിയോ ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഒരാൾ വന്നിട്ട് കൊടുക്കും, അല്ലെങ്കിൽ അതിന് മുമ്പ് ആരെങ്കിലും വരികയാണെങ്കിൽ സെയിൽ ആയി പോകും. 70 രൂപ നമുക്ക് കുറഞ്ഞ വരുന്നുണ്ട്. ഇപ്പൊ വണ്ടി കുറച്ച് നല്ല വണ്ടിയാണ്. 70 രൂപ കുറച്ച് പണിയുള്ള ടൈപ്പ് വണ്ടി ഉണ്ടാവും, 5 കൊല്ലം പേപ്പർ ഉണ്ടാവും. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. 70, 75 വീഡിയോ ലാസ്റ്റ് നമുക്ക് ആ വണ്ടി കാണിച്ചു 70, 75 രൂപ റേഞ്ചിൽ നമുക്ക് കുറഞ്ഞ 135 വരും. 4 വണ്ടി ഉണ്ട്. 4 വണ്ടി ടോട്ടൽ 6 വണ്ടി ഇന്ന് വന്നിട്ടുണ്ട്. നമുക്ക് 2 നമുക്ക് റൈഡ് ചെയ്ത ആൾക്കാർ കൊണ്ടുവന്നതാണ്. ബാക്കി 4 അൺബോക്സ് ചെയ്യാണ്ട് അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇതൊക്കെ കേരള വണ്ടിയാണ്. ഈ കാണുന്ന വണ്ടികൾ ഇതിന്റെ എല്ലാത്തിന്റെ പേപ്പർ കാര്യങ്ങൾ അങ്ങനെ മൊത്തം നമ്മൾ ഇന്ന് പറയുന്നില്ല. ഈ കാണുന്ന ഇവിടുന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എല്ലാ വണ്ടിയും കാണിച്ചു കൊടുക്കും. നമുക്ക് 85 രൂപ റേഞ്ച് ഇപ്പൊ ഈ ഭാഗത്ത് കിടക്കുന്ന വണ്ടി ഏകദേശം 85 രൂപ റേഞ്ചിൽ കേരള വണ്ടിയാണ്. 26 വരെ എന്തോ പേപ്പർ ഉണ്ട്. ജസ്റ്റ് പേപ്പറിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. 85 രൂപ അല്ലേ? 27 വരെ പേപ്പർ ഉണ്ട്. 85 രൂപ നമുക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ബാക്കി അതിന് മുകളിൽ നമുക്ക് 90, 95 ആ റേഞ്ചിലൊക്കെ വണ്ടികളുണ്ട്. കാണുന്ന വണ്ടി ഇത് 135 കാര്യം പറഞ്ഞാണ്. ഇപ്പൊ ഇത് നമ്മൾ ഇതിന്റെ സ്വന്തം വണ്ടിയാണ്. ഇത് നമ്മൾ റീസ്റ്റോർ ചെയ്താണ് സർവീസിന് കൊണ്ടുവന്നതിന്. അപ്പോൾ വണ്ടി ഒരു 100, 135 നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇതിന് മുകളിൽ ഡിസ്കോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നോർമൽ സ്റ്റോക്ക് കണ്ടീഷനാണ്. ഇതിന്റെ മുകളിൽ മെയ്ഡ് ഇൻ ജപ്പാൻ കവർ പഴയ ജപ്പാൻ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിൽ എനിക്ക് കിട്ടിയാണ്. ഞാൻ ഏകദേശം സാധനം നമുക്ക് ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് കൊണ്ടുവന്ന വണ്ടിയാണ്. ഓടാത്ത ബ്രാൻഡ് ന്യൂ കണ്ടീഷനാണ്. ജസ്റ്റ് ഈ സൈഡിൽ നിന്ന് കാണിച്ചു കൊടുത്താൽ ഓ ഷോട്ടോ അത്രയും ഓക്കെ വണ്ടിയാണ്. നമുക്ക് അതുകൊണ്ട് സ്റ്റാർട്ട് ആക്കാം. 100 മെച്ചാണ്. 100 ഓ ഫുൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓ ടൈം എടുക്കും. വണ്ടി ഫുൾ വർക്ക് എടുത്ത വണ്ടിയാണ്. പെയിന്റിങ് കാര്യങ്ങൾ എല്ലാ സാധനം സ്പെയർ ഏകദേശം എല്ലാ സ്പെയറും നമ്മൾ ഇതിന് മാറിയാണ്. അങ്ങനെ വർക്ക് എടുത്തിട്ട് നമുക്ക് ആർക്കും വണ്ടി വേണ്ടി ചെയ്ത് കൊടുക്കാം. ഓ RX നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോ യൂസ്ഡ് സ്പെയറും ഉണ്ട്. എല്ലാം സെറ്റാക്കി വെച്ചല്ല. നമുക്ക് സീറ്റുകൾ ഉണ്ട്, മുകളിൽ ടാങ്ക് ഉണ്ട്, ഹാൻഡില്, ക്രാഷ് ഗാർഡ് സാധനങ്ങൾ. ഈ സൈഡ് നമുക്ക് ഫുൾ ആഫ്റ്റർ മാർക്കറ്റ് വരുന്ന ഇമ്പോർട്ടഡ് ഷോക്ക് ഉണ്ട്, ഡിസ്ക് ഉണ്ട്, കിങ്ങിന്റെ കവർ, കിങ്ങിന്റെ ഹെഡ്, മീറ്റർ, അങ്ങനത്തെ വിധ എല്ലാ സാധനങ്ങൾ നമ്മുടെ ഇവിടെ ഡിസ്ക് കാര്യങ്ങളൊക്കെ നോക്കണ പോലെ. അതേപോലെ ഇത് സൈലൻസർ ആണ്. യൂസ്ഡ് ഒറിജിനൽ സൈലൻസർ ഉണ്ട്, ചേംബർ ഉണ്ട്. ബാക്കി താഴത്ത് ഇഞ്ചൻ കവർ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടുന്ന് നമ്മള് ഈ സൈഡ് കാണുന്ന നമുക്ക് ഇത് നല്ല ക്വാളിറ്റിയുള്ള ഹാൻഡിലുകൾ ഉണ്ട്. ക്രാഷ് ഗാർഡ് ഒക്കെ ഇതിന്റെ ആഡിന്റെ ഹാൻഡിലൊക്കെ 360 രൂപ റേഞ്ച് മുതൽ നമുക്ക് വരും. ഇതിൽ താഴത്തെ നമുക്ക് യൂസ്ഡ് ടയർ ഒക്കെ നമ്മൾ യൂസ്ഡ് വീല് മറ്റേ ഡിസ്ക് സെറ്റപ്പിന്റെ സാധനങ്ങൾ, യൂസ്ഡ് ടാങ്ക് ഉണ്ട്, ഷോഗന്റെ വൈസർ, മാസ്ക് കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും. സ്പെയറിന്റെ ഒരു കുറവില്ല. സ്പെയറിന് വേണ്ടി നമ്പർ വേറെയാണ്. 8590244944 നമ്പറാണ്. സ്പെയറിന് വേണ്ടി മാത്രം ആ നമ്പറിൽ വിളിക്കാതെ താഴത്ത് നമുക്ക് സ്പെയർ കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഓൾ ഇന്ത്യ എങ്ങോട്ടും കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ. നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ യൂസ്ഡ് സ്പെയർ കിട്ടാത്ത കുറെ ബുദ്ധിമുട്ടുണ്ട്. ഗിയർ ബോക്സ്, സിലിണ്ടർ, കാർബറേറ്റർ, മാഗ്നറ്റ് കോയിൽ, ക്ലച്ച് ബെല്ല്, അങ്ങനത്തെ ഇഞ്ചൻ കേസ്, ഇഞ്ചിന്റെ കവർ, ഇതൊന്നും നമുക്ക് യൂസ്ഡ് കിട്ടാൻ കിട്ടൂല. യൂസ്ഡ് കിട്ടാൻ ഭയങ്കര പാടാണ്. അത്രയും കഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ കിട്ടും. അപ്പോൾ നമ്മുടെ യൂസ്ഡ് 5 സ്പീഡിന്റെ വരെ എല്ലാ സ്പെയറും നമ്മുടെ അടുത്തുണ്ട്. സിലിണ്ടർ ഉണ്ട്. അപ്പൊ നിങ്ങൾ സ്പെയറിന് വേണ്ടി ധൈര്യമായിട്ട് വിളിച്ചോളി. ഏറ്റവും നല്ല നിങ്ങൾ നിയറസ്റ്റ് ആണ് ഷോറൂം വരാം, അല്ലെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ മതി. സ്പെയർ നമ്പർ. ഇത് ഷോഗൻ കൺവേർട്ട് ചെയ്താണ്. സാമുറായി ആണ്. അത്യാവശ്യം നല്ല ഷോഗൻ തന്നെ. എല്ലാവരും ഈ ബോഡി കിറ്റ് മാത്രമേ കൺവേർട്ട് ചെയ്യുള്ളൂ. ഇത് ഇഞ്ചിൻ അടക്കം ചേഞ്ച് ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ട് ഷോഗൻ ആക്കിയ വണ്ടിയാണ്. നമ്മൾ മുമ്പേ സെയിൽ ചെയ്ത വണ്ടിയാണ്. ഞങ്ങൾ ചെയ്തതല്ല, പാർട്ടി ചെയ്തതിന്. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. പേപ്പറൊക്കെ ഒരു 26 വരെ എന്തോ പേപ്പർ ഫിറ്റ് ഉള്ള വണ്ടിയാണ്. ഇപ്പം ഇന്നലെ വന്നാണ് ജസ്റ്റ് സർവീസ് ചെയ്യാണ്ട്. അത്യാവശ്യം റേറ്റ് വരുന്ന വണ്ടി ഷോഗന്. സാമുറായും അത് നമുക്കൊരു 40 രൂപ, 35-40 രൂപ മുതൽ മാക്സ് 100 സുസുക്കി സെഗ്മെന്റ് 35-40 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. 50 പിന്നെ കൺവേർട്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷനാണ്. 60 രൂപ റേഞ്ച് വരെയൊക്കെ നമുക്ക് റേറ്റ് വരലുണ്ട്. ഇത് 28 വരെ പേപ്പറിലെ 100 ആണ്.
അത്യാവശ്യം നല്ല കണ്ടീഷനിലാണ്. അതേപോലെ നമ്മളിപ്പോ അവിടെ കാണിച്ച 5 സ്പീഡിൽ ഒരു 5 സ്പീഡ് ഇതുണ്ട്. ഇത് ഒറിജിനൽ 5 സ്പീഡ് ആണ്. ഇതിപ്പോ പാലക്കാട് ഒരാൾ നമ്മൾ സെയിൽ ചെയ്താണ്. ആള് ഏകദേശം പകുതിയോളം എമൗണ്ട് നമുക്ക് വണ്ടി കാണാതെ വിട്ടെന്നാണ്. നമ്മൾ അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് അയച്ചു കൊടുത്തു. കേൽപൈന്ന് BK പുതിയ റിന്യൂ എടുത്ത വണ്ടി 5 കൊല്ലം പേപ്പർ നോക്കണ്ട പേപ്പർ ഫിറ്റ് ആക്കിയ വണ്ടിയാണ്. പ്ലസ് കേരളയിൽ തുടങ്ങാം. ഏകദേശം 1.10 റേഞ്ച് വരുന്ന വണ്ടിയാണ്. ജപ്പാൻ സീരീസ് വിന്റേജ് നമ്പറിൽ ഫാൻസി നമ്പറിലെ വണ്ടി കേട്ടോ. ഫാൻസി എന്ന് പറഞ്ഞാൽ 8844 KLI നല്ല സ്റ്റോക്ക് കണ്ടീഷനിലെ വണ്ടിയാണ്. നല്ല വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. ഈ കൊല്ലം ലാസ്റ്റ് റിന്യൂവൽ ആണ്. റേറ്റ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവുകൾ വരിക. ഫാൻസി നമ്പറിലെ വണ്ടിയുള്ള ആരെങ്കിലും ആവശ്യക്കാർ ഫാൻസി നമ്പർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓൽക്കും നിങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. RX100 ഒറിജിനൽ കേരളയിൽ ഫാൻസി നമ്പർ കിട്ടാൻ ഭയങ്കര പാടാണ്. എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ. അതേപോലെ ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 93 മോഡൽ KL10B സെക്കൻഡ് ഓണർ നല്ല വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. 90 രൂപ പ്ലസ് റേഞ്ച് വരുന്നതാണ്. ടാങ്ക് സൈഡ് കാര്യം നമ്മൾ അറിയാം. ബാക്ക് ഫിനിക്സിന് ഷോപ്പ് ഉണ്ട്. SD വീലുണ്ട്. ഫ്രണ്ട് IT കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വർക്കിംഗ് ഉള്ള നല്ല വണ്ടി. റേറ്റ് 90 രൂപ പ്ലസ് റേഞ്ച് വരുന്നതാണ്. വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ആള് ഒറിജിനൽ നല്ല രീതിയിലുള്ള നല്ല കണ്ടീഷനിലെ വണ്ടിയാണ്. ഓണർഷിപ്പ് കുറയുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വരെയൊക്കെ ആകുമ്പോൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും നമുക്ക് വാങ്ങണേൽ. ബാക്കിയുള്ള പിന്നെ അത് കഴിഞ്ഞാലൊന്നും വലിയ മാറ്റമില്ല. പിന്നെ ആ റേഞ്ചിൽ കിട്ടാനും ഉണ്ടാവില്ല. ഫസ്റ്റും സെക്കൻഡിൽ കിട്ടില്ല. ഇതിപ്പം KL8C ആണ്. പുതിയ റിന്യൂവൽ എടുക്കാനുള്ള വണ്ടി. 5 കൊല്ലം പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് തരാ. ഏകദേശം 90 to 1 lakh റേഞ്ച് വരെ ഉള്ളൂ. പെയിന്റിങ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയാണ്. ഇപ്പം വണ്ടി വർക്ക് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാണ്. ആ 90 to 1 lakh 5 കൊല്ലം പേപ്പർ ഫിറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് തരികയും. അടുത്ത KL9 ആണ്. 92 മോഡൽ വണ്ടിയാണ്. നല്ല വർക്കിംഗ് ഉള്ള ടാങ്ക് സൈഡ് കവർ ചേഞ്ച് ചെയ്തതിന് സീറ്റ് മാറിയാണ്. SD വീലുണ്ട്. ഏകദേശം 85 രൂപയുടെ ചോടായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് KDE ഏകദേശം 25 26 വരെ എന്തോ പേപ്പർ ഉണ്ട്. 88 89 മോഡലാണ്. നമ്മളിപ്പോ ചേസി ഇഞ്ചും കാര്യങ്ങൾ പെയിന്റ് അടിച്ചാണ്. ടാങ്ക് സൈഡ് കവർ പെയിന്റ് ചേഞ്ച് ചെയ്താണ്. ടാങ്ക് വേറെ വന്ന ടാങ്ക് മാറ്റിയാണ്. സീറ്റ് മാറിയാണ്. നല്ല വർക്കിംഗ് നല്ല ടീക്കുള്ള വണ്ടിയാണ്. 1 lakh പ്ലസ് റേഞ്ച് വരുന്ന വണ്ടിയാണ്. അതേപോലെ ഇത് അടുത്ത വണ്ടി. ഇത് നല്ല വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. പിസ്റ്റൺ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആക്കിയാണ്. ബാക്ക് ഷോക്ക് കാര്യങ്ങൾ പുതിയതായിട്ടാണ്. സീറ്റ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്താണ്. 5 കൊല്ലം പേപ്പർ ഫിറ്റ് ആക്കിയാണ്. 29 ലാസ്റ്റ് ഇപ്പം 15 ഡിസംബർ റിന്യൂ എടുത്താണ്. അപ്പം ആ സമയം വരെ നിങ്ങൾക്ക് ഒന്നും നോക്കണ്ട. നല്ല വർക്കിംഗ് ഉള്ള നല്ല വണ്ടിയാണ്. റേറ്റ് 90 രൂപ റേഞ്ച് വരും. 90 രൂപ. അടുത്തോ ഇത് അടുത്ത വണ്ടി. ഇത് 25 വരെ പേപ്പറിലാണ്. KL11C ആണ്. ഏകദേശം 94 മോഡലാവും. റേറ്റ് ഇതിന്റെ ഓർമ്മയില്ല. അത് അത്യാവശ്യം പെയിന്റിങ് കാര്യം ക്ലിയർ ആക്കിയാണ്. പക്ഷേ റേറ്റ് ഈ റേഞ്ച് വരുന്ന റേഞ്ചുള്ള വണ്ടി തന്നെയാണ്. ഏകദേശം ബജാജ് സൂപ്പർ FE ആണ്. KL11C സൂപ്പർ ആണ്. ബജാജ് സൂപ്പറിന്റെ വീല് കുറച്ചും കൂടി ചെറുതാണ് ഉണ്ടാവുക. ബജാജ് ചേതകിനെ അപേക്ഷിച്ച് കാണാൻ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. സൂപ്പറിൽ അതാണ്. FE കുറച്ചും കൂടി റെയർ മോഡലാണ്. ഏകദേശം നമുക്ക് 30 രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. അതേ വണ്ടി പഴയ KEQ ആണ്. ചേതക് വിന്റേജ് നമ്പറിലെ 86 മോഡലാണ്. ഏകദേശം 35 രൂപ ഫൈനല് അതും കൊടുക്കാൻ പറ്റും. ഓ നമുക്ക് എല്ലാ വണ്ടിയും കൂടി അൺബോക്സ് ചെയ്യണം നമ്മൾ പ്ലാൻ ചെയ്ത്. പുറത്ത് ഭയങ്കര മഴയാണ്. നിങ്ങൾക്ക് എന്തായാലും മഴ ഒരു വണ്ടി കേട്ട് കയറ്റിന്. നമ്മൾ ഈ അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് കൊറിയർ ചെയ്യണം. ഇവിടുന്ന് ട്രിപ്പ് പോകുന്ന ആൾക്കാരെ കൊറിയർ ചെയ്യുമ്പോൾ എങ്ങനെ പാക്ക് ചെയ്യേണ്ടി അതൊക്കെ നമുക്ക് പറഞ്ഞുതരാം. ചെറിയൊരു കാര്യം ഉണ്ട് കേട്ടോ. ഒന്ന് മലവരുണ്ട് ഇവിടുത്തെ ഇതാ ഈ സാധനം ലിവറാണിത്. ക്ലച്ച് ലിവറാണ്. നമ്മൾ ഏത് ബൈക്ക് കൊറിയർ ചെയ്യുകയാണെങ്കിൽ ഈ ക്ലച്ച് ലിവർ ഇതേപോലെ കെട്ടണം. ഇത് കെട്ടി വെച്ചാൽ എന്താ അറിയാം, നമ്മൾ ഈ ബൈക്ക് ഇവിടുന്ന് കൊറിയർ അവിടെ എത്തുമ്പം ഈ സാധനം ഇങ്ങോട്ട് എടുത്ത് കാണിക്കണം. ഞാൻ പറഞ്ഞുതരാം, കറക്റ്റ് പറഞ്ഞുതരാം. ഈ സാധനം നമുക്ക് ലിവർ തുറന്ന് കിടക്കുമ്പോൾ പൊട്ടാനുള്ള സാധ്യത കൂടും. അതേപോലെ ക്ലച്ചിന്റെ ഈ ബോൾട്ടിന് അവിടെ ഒരു 10-ന്റെ ഈ സാധനം ഒന്ന് ലൂസ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ മുകളിൽ എന്തെങ്കിലും ലോഡ് വരികയാണെങ്കിൽ അത് അങ്ങോട്ട് തിരിഞ്ഞു പോകാൻ വേണ്ടി. അല്ലാതെ പക്ഷേ നമ്മളിപ്പോൾ ഡൽഹിയിലോ എവിടെയെങ്കിലും എത്തി ലഡാക്ക് ട്രിപ്പ് പോകുന്ന ആൾക്കാർക്ക് വേണ്ടി അത്. അപ്പോൾ ഇത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിച്ച് പോകാം. അവിടുത്തെ മുടിഞ്ഞ ട്രാഫിക്കിൽ നമുക്ക് ഓടിക്കാൻ പറ്റില്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ ഗിയറിലിട്ട് സ്റ്റാർട്ടാക്കി ഓടിക്കാം. അപ്പൊ ഈ സാധനം 2 സാധനം നമ്മൾ ചെയ്യണം. ഇത് ചെറിയൊരു പണിയുള്ളൂ. ഇതിങ്ങനെ അവിടെ ലൂസ് കെട്ടിയിട്ടാല് ക്ലച്ച് സേഫ് ആണ്. ബ്രേക്ക് നമുക്ക് ഫ്രണ്ട് പൊട്ടിയാൽ ലിവർ പൊട്ടിയാലും പ്രശ്നമില്ല. അത് കെട്ടാൻ പറ്റില്ല. പക്ഷെ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. അതേപോലെ പാക്കിങ്ങിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ നല്ല പാക്കിംഗ് ആണ്. നമുക്ക് വരുന്നതിൽ ഏറ്റവും നല്ല പാക്കിംഗ് ആണ്. റെയിൽവേയിലൊന്നും ഈ രീതിയിൽ പാക്ക് ചെയ്യൂല. അപ്പൊ നമ്മളെ വണ്ടി അവിടുന്ന് കൊണ്ടുവരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പാക്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഈ ഇത് പൊളിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഈ വണ്ടിയുടെ ഈ ഭാഗം പൊളിക്കൊള്ളാം. ഇവിടെ നിന്ന് പൊളിക്കും. പ്ലാസ്റ്റിക് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കാർഡ്ബോർഡ് ഉണ്ട്. ഇത് പാക്ക് ചെയ്യാൻ തന്നെ ഒരാളെ പണി വരും. അത്രയും നല്ല രീതിയിൽ പാക്ക് ചെയ്താൽ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം പിടിക്കും. നമുക്ക് വേറെ ജില്ലകളിലെ ആൾക്കാർക്ക് നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കും. ഇതേപോലെ പാക്ക് ചെയ്യില്ല. അതിപ്പോ നമുക്ക് അത്ര 2000 കിലോമീറ്റർ 3000 കിലോമീറ്റർ ദൂരത്ത് വരുന്നതുകൊണ്ട് നമ്മൾ എത്ര നല്ല പാക്ക് ചെയ്യണം. ഇവിടുന്ന് ആകുമ്പോൾ നമ്മൾ റെയിൽവേ ത്രൂ ആണെങ്കിൽ ചെറിയ ഡാമേജ് വരാൻ സാധ്യതയുള്ളൂ. മാക്സിമം റെയിൽവേയിൽ അതേപോലെ ബാംഗ്ലൂർ അങ്ങോട്ട് പുറത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ പാക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ കഴിയും. ഇവിടെ നോർമൽ കേരളത്തിൽ നമുക്ക് ചെയ്യാനാണെങ്കിൽ നമ്മൾ 2000 ഉള്ളിൽ നമ്മൾ കൊറിയർ എങ്ങോട്ടും ചെയ്യും. 2000 രൂപ 2500 രൂപ ഡയറക്റ്റ് എത്തിച്ചെടുക്കുന്ന നോക്കുന്നുണ്ടോ?
എങ്ങനെ പുറത്തുനിന്ന് എടുത്തിട്ടോ? നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് എത്തിച്ചു കൊടുക്കലുണ്ട്. നമ്മുടെ എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ ലോങ് ആണ്. ഇപ്പൊ തിരുവനന്തപുരമുള്ള ആൾ പറയുന്നത് ഓടിച്ച് എത്തിച്ചേരാന്ന് പറയുകയാണെങ്കിൽ എക്സ്പെൻസ് കൂടും. അപ്പൊ നമ്മൾ കൊറിയർ ചെയ്യും. ഇപ്പൊ കൊച്ചി, ഇവിടെ അടുത്തുള്ള നമുക്കൊരു 100-200 കിലോമീറ്റർ ഏരിയ, കണ്ണൂരായാലും വയനാടായാലും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇവിടെ പയ്യന്മാരുണ്ട്. നമ്മളെ വണ്ടി പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്ന ടീമുണ്ട്. ചെറുതായത്തോടെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ വണ്ടിയാണ് റോഡ് ഓടിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ സ്ക്രാച്ച് ഡാമേജ് വരാൻ സാധ്യത ഉണ്ട്. ഇത് നമ്മൾ ചില ആൾക്കാർ ഒന്നും ഇല്ലാതെ അവിടെ എത്തുന്നില്ല. കൊറിയറിന്റെ റിസ്ക് ഇപ്പൊ ഈ വണ്ടി അവിടെ നിന്ന് വരുന്നതിന്റെ ഫുൾ റിസ്ക് ഞങ്ങളതാണ്. എന്ത് ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയ ആളൊന്നും തരില്ല. അപ്പൊ കൊറിയറിന്റെ റിസ്ക് ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ കൊറിയർ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം നിങ്ങൾക്ക് സേഫ് ആയിട്ട്, അതേപോലെ റെയിൽവേയിലൊക്കെ നിങ്ങൾക്ക് കൊറിയർ ചെയ്യാൻ നിങ്ങൾ പോയ കുറെ ഫോർമാലിറ്റീസ് ചെയ്യാണ്ട്. അപ്പൊ ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടൊന്നും വരാതെ വണ്ടി നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. ഇതിപ്പോ കാറ്റ് സയൻസിലുള്ളതാണ്, മോഡൽ കൂടിയ വണ്ടിയാണ്. ഇത് പാക്കിങ്ങിന്റെ സാധനമാണ്. നോക്കി ഇതന്നെ കാർബോർഡ് നിങ്ങൾക്ക് കാണാം. എത്രയും നല്ല കട്ടിയിൽ ചെയ്താണ്. ഉള്ളിൽ ഈ കവറുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പാക്ക് ചെയ്ത വണ്ടിയാണ്. വണ്ടി നിങ്ങൾക്ക് കാണാം. കാറ്റ് സയൻസ് അടക്കം വരുന്ന വണ്ടിയാണ്. മോഡൽ കൂടിയ വണ്ടിയാണ്. നല്ല വർക്കിംഗ്, അത്യാവശ്യം നല്ല നീറ്റ്. ബാക്ക് ടയർ കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം സ്റ്റഡ് ടയർ കാര്യങ്ങളൊക്കെ ചെയ്താണ്. അവിടെ അത്രയും ഇതിനെ ഇപ്പൊ ഗുജറാത്തിൽ ഒരാൾ ഇങ്ങനെ ഈ രീതിയിൽ വണ്ടി കൊണ്ടുനടക്കാന്നുണ്ടെങ്കിൽ അയാൾ വണ്ടിനെ പറ്റി അത്രയും അറിയുന്ന ആളാവും. അല്ല അവിടെ അല്ലെങ്കിൽ അവിടെ നോർമൽ വണ്ടികളെ കൊണ്ടുനടക്കുള്ളൂ. ആരും കേറ്റ് സാനിറ്റൈസർ ആകുമ്പോൾ വെക്കൂല. അതേപോലെ ടയർ കാര്യങ്ങളൊന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല. അപ്പൊ ഇത് വാഷ് ചെയ്യാത്ത വണ്ടിയാണ്. വാഷ് ചെയ്താൽ കുറച്ചും കൂടി വൃത്തിയില്ല, നല്ല വണ്ടിയാണ്. അപ്പോൾ പാക്ക് ചെയ്യുമ്പോഴും കാര്യങ്ങൾ കൊറിയർ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മൾ പറഞ്ഞു തന്നെ. ജസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ പറഞ്ഞാണ്. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ കോഴിക്കോട് ഭാഗത്ത് നിന്ന് രാമനേട്ടർ കഴിഞ്ഞിട്ട് ഐക്യരപ്പടി കഴിഞ്ഞിട്ട് 1 കിലോമീറ്ററിലാണ് നമ്മളെ സ്ഥലമുണ്ട്. ഐക്യരപ്പടി ബസ്സിന് വരുന്ന ആൾക്കാരാണെങ്കിൽ കുറിയോടം തന്നെ, ഏത് കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിലും മലപ്പുറം ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ കുറിയോടെ ഇറങ്ങിയിട്ട് അവിടുന്ന് സൂപ്പർ ഫാസ്റ്റ് അവിടെ ഇറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ട്. ട്രെയിനിന് വരുന്ന ആൾക്കാരാണെങ്കിൽ ഫറോക്കോ കോഴിക്കോട് ഇറങ്ങുക. ഏറ്റവും ബെസ്റ്റ് ഫറോക്ക് ഇറങ്ങിയാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് കൊണ്ടോട്ടി ബസ് കിട്ടും. ആ ബസ്സിന് കയറിയ ഷോപ്പിന് മുന്നിൽ തന്നെ, ആ ബസ്സുകാരോട് പറഞ്ഞാൽ മതി റയർ പിസ്റ്റൺ എന്ന ഒരു ഷോപ്പിന്റെ ജസ്റ്റ് മുന്നിൽ തന്നെ ഇറക്കി തരും. പിന്നെ നമ്പർ കാര്യങ്ങളൊക്കെ താഴത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റാഗ്രാം റയർ പിസ്റ്റൺ ഗാരേജ് തന്നെയാണ്. അപ്പം നമ്മൾ കുറെ റീൽസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ അതിൽ കണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിപ്ലൈ കുറച്ച് സ്ലോ ആണ്. സ്റ്റാഫ് നമ്മൾ ടോട്ടൽ 5-8 ആൾക്കാരുണ്ട്. വാട്സ്ആപ്പ് ചെയ്യുന്നതാണോ? വാട്സ്ആപ്പിൽ നമ്മളെ കാറ്റലോഗ് നമ്പർ ഉണ്ട്. ലാസ്റ്റ് 8590284901 നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്താൽ അതിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് വരും. ആ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്തൊക്കെ ഇവിടുത്തെ റേറ്റ് കാര്യങ്ങൾ നോക്കാം. പിന്നെ വാട്സ്ആപ്പ് കാറ്റലോഗുള്ള സാധനം ചിലപ്പം ഇവിടെ വന്നാൽ ചിലപ്പോൾ സെയിലായി പോയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ കാറ്റലോഗ് കണ്ട് ഏകദേശം ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ വിളിച്ചാൽ കിട്ടില്ലെങ്കിൽ ഡയറക്റ്റ് വരും. അതേപോലെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലുണ്ട്. റയർ പിസ്റ്റൺ ഗാരേജിൽ നിന്ന് അടിച്ചാൽ ലൊക്കേഷൻ കിട്ടും. നിങ്ങൾ ഡയറക്റ്റ് ഷോറൂം വരിക, എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ തരും. അതുകൊണ്ട് കാറ്റലോഗിലൊക്കെ നമ്മൾ റേറ്റ് ഇടുന്നതാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. അതേപോലെ വണ്ടി ഇവിടെ എടുക്കുമ്പോൾ ചെറിയ സർവീസ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു തരും. നമ്മുടെ സർവീസ് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ഓരോ വണ്ടി റേറ്റിനനുസരിച്ച് കണ്ടീഷനിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ റേറ്റ് ഇപ്പൊ പറഞ്ഞ 70-നും കുറഞ്ഞ വണ്ടി നമ്മൾ കൊടുക്കലുണ്ട്. പൈസ കയ്യിലില്ലെങ്കിൽ നമുക്ക് നല്ലൊരു വണ്ടി എടുക്കുന്ന ആഗ്രഹമുള്ള ടീംസ് ഉണ്ടാവും. അപ്പൊ നമ്മളിവിടെ വന്ന് എന്താ പറയുക, നമ്മൾ കുറഞ്ഞു കൊടുക്കുന്ന വണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എഞ്ചിൻ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഇപ്പൊ നമ്മൾ 1:30 ഇവിടെ ഫോർ സ്പീഡ് ഉണ്ട്. 1:30 ഫോർ സ്പീഡ് നമ്മൾ 70,000 കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ 70 കൊടുക്കുന്ന വണ്ടി, ഇഞ്ചിന്റെ പണിയുള്ള വണ്ടി അങ്ങനൊന്നും ഞങ്ങൾ കൊടുക്കില്ല. ചെറിയ രീതിയിൽ നമുക്ക് പെയിന്റിംഗിൽ മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ സ്പെയർ പുറത്തുനിന്ന് വരുന്ന വണ്ടി ഞങ്ങൾക്ക് കുറഞ്ഞ് കിട്ടുന്നതുകൊണ്ട് നമ്മൾ കുറഞ്ഞു തരുന്നത്. കേരള വണ്ടി ഞങ്ങൾക്കും കിട്ടുന്നില്ല, നമ്മൾ വരുന്നില്ല. കേരള വണ്ടി നമ്മൾ ഏറ്റവും കുറഞ്ഞ ഒരു 65-70 രൂപ റേഞ്ചിൽ കൊടുക്കണുള്ളൂ. അതിന് കുറഞ്ഞ് നമുക്ക് കിട്ടില്ല. അത് ഓരോ വണ്ടി ഓരോ കണ്ടീഷനാണ്. അപ്പൊ ഞാൻ എന്തായാലും നമ്പർ കൊടുക്കാം. നമ്പർ കൊടുക്കാം. ആവശ്യക്കാർ മാക്സിമം ഡയറക്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം. വന്ന് കാണുകയും ചെയ്യണം. കാണാം. എല്ലാവരും ഇതിൽ കൂടി പാസ് ചെയ്യുന്ന ആൾക്കാർ നമ്മള് എയർപോർട്ട് റോഡിലാണല്ലേ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ, എത്രയോ ആൾക്കാർ നമ്മുടെ ഇവിടെ ഷോറൂം എയർപോർട്ട് പോണ ഇങ്ങനെ വണ്ടി കണ്ടിട്ട് ഇങ്ങോട്ട് കയറുന്ന ആൾക്കാരുണ്ട്. കയറിയിട്ട് പോകും. പിന്നെ ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് വണ്ടി വാങ്ങും. അന്ന് കണ്ടുകൊണ്ട് ചില ആൾക്കാർ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ വെറുതെ കാണാൻ പറ്റും. നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം, വണ്ടി കാണാം, ഇവിടെ കയറാം. അപ്പൊ എല്ലാവർക്കും ഓൾവേസ് വെൽക്കം. ഓൾവേസ് വെൽക്കം. എല്ലാ സമയത്ത് നമ്മള് സൺഡേ വരെ ഓപ്പൺ ആണ്. സൺഡേ നിങ്ങൾ വരികയാണെങ്കിൽ ഉച്ച ഒരു 3 മണി 4 മണി വരെ എന്തായാലും ഉണ്ടാവും. അപ്പം എല്ലാ ദിവസവും നമ്മൾ ഓപ്പൺ ആണെങ്കിൽ ഡയറക്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റേ നല്ലൊരു വീഡിയോ നമുക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.